എന്നെക്കുറിച്ച് അത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അതായത് അവർ ചോദിച്ചത് ഇതാണ്, അല്ല സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അവർ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതാണ്, ഇതിന് തെളിവുണ്ടോ, അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി. അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാന്ന് പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല. ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്, ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ്, ആളുടെ പടം കോടിക്കണക്കിന് രൂപയുടെ ഇത്, അതായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ്. ഈ ആരോ സോറി ഒരു സെക്കൻഡ് എൻ്റെ ഫോണൊന്ന് സൈലന്റ് മോഡിൽ ഇട്ടോട്ടെ. നിക്ക് ഒറ്റ സെക്കൻഡ് കൂടെ. അപ്പം സോറി അപ്പം ഇവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ അയാൾ ചോദിച്ചതാണ്, ഇത്രയും പണം ചെലവാക്കി പടം റിലീസാകാൻ പോവുകയാണ്, ഒരു പ്രത്യേക പേര് പറഞ്ഞു. ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത്. ആ പടം റിലീസാകാൻ പോവുകയാണ്, അപ്പോൾ അതൊക്കെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും. ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ്, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തികേടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ 10-100 പേരുടെ ആളുകളുടെ എഫേർട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും അത് കണ്ടില്ല എന്നടിക്കരുത്. പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ എനിക്കൊരു ഇതയച്ചത് സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ. ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക്? അത് തിരുത്തേണ് വേണ്ടത്. അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ. എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് നാളെ 13-ാം തീയതി റിലീസാവുകയാണ്. ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത്, ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിനെ, ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിനെ ഷാജി കൈലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോള്, അബു സലീം ചെയ്യുന്നുണ്ട്, അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ, ആ ചെറിയ പടം, അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ്. അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടിയൊട്ടും ഒന്നും ചെയ്തതല്ല. സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട്, വലിയ പടവും ചെറിയ പടവും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ എനിക്ക് ആ അർത്ഥത്തിൽ പറയാം.